ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പച്ചരി ഇങ്ങനെ കഴുകി അത് കുതിർത്തിയത് അരച്ച് ഞാൻ അതിൽ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ കരിഞ്ജീരകം അതിൽക്കിട്ടു കഴുകി അതിൽക്കിട്ടു. അത് ഒന്ന് ഞാൻ പപ്പടവട ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ അരിമാവിൽ പപ്പടം ഇട്ടത് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഓരോന്നോരോന്നും മുക്കിയിടണം കേട്ടോ. അങ്ങനെ നമ്മൾ പപ്പടവട ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വച്ച് അതിൽ നിങ്ങളതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ അപ്പം അരച്ചിട്ട് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച് കൊടുന്ന പൊടി എടുത്തിട്ട് പച്ചവെള്ളത്തിൽ കലക്കി അങ്ങനെ മുളക് പൊടി അങ്ങനെ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിടിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വറുത്ത പൊടി കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് സാധനം എപ്പോഴും ടേസ്റ്റ് അല്ല. നല്ല വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോൾ ഓയിലും ഇതൊന്നുമല്ല, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കി തിന്നാനിങ്ങനെ നമുക്ക് ഈ മഴക്കാലം നമുക്ക് ഒരു കട്ടൻ കാപ്പി ഒരു പപ്പടവടി നമുക്കങ്ങനെ കഴിക്കാനൊക്കെ നല്ല രസമല്ലേ. പിന്നെ ചോറിൻ്റെ കൂടെയും കൂട്ടാം നമുക്ക്. എല്ലാവരുടെയും കൂടെ നമുക്ക് ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നമ്മൾ ഒരു ചായ കുടിക്കുമ്പോൾ അതിന് നല്ലതാണ്. ആരെങ്കിലും ഒരു വിരുന്നുകാർ വന്നു നമുക്ക് അതേമാതിരി കുറച്ച് അരി കുതിർത്തി ഒരു ചുടുവെള്ളത്തിൽ ഇട്ടിൻ്റെ പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആയാലും നമുക്ക് പപ്പടം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ചോറുണ്ണാനൊന്നും നിൽക്കണില്ല വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്കൊരു ചായക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാനായില്ലേ. അപ്പം ഉണ്ടാക്കി നമുക്ക് വെറൈറ്റി സാധനമായിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടാക്കുന്നത് ഏറ്റവും നല്ലതാണ് ആവുക. അതുകൊണ്ട് നിങ്ങളാവുന്നതും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് എത്ര ദിവസത്തെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലെപ്പോഴും ഫ്രഷ് ആയിട്ടല്ല ഉണ്ടാവുക. അത് അങ്ങനെ നിങ്ങളുണ്ടാക്കി കഴിക്കുക. ഇതിനധികം വെളിച്ചെണ്ണയൊന്നും ചിലവൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പപ്പടവട ഇങ്ങനെ തീ താത്തിയിട്ടിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കിടന്നാവണം കേട്ടോ, അല്ലെങ്കിൽ മൊരിയില്ല. എന്താ എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമല്ലേ പപ്പടവട? അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ പപ്പടവട റെഡിയായി ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പപ്പടവട റെഡി ആയിട്ടാണ്. നിങ്ങളതുമാതിരി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെയും ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സൂപ്പർ 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 അടിപൊളി. ഓക്കെ, താങ്ക് യു.